നേര് മൂവി ഇറങ്ങി തിയേറ്ററുകൾ പൂരപ്പറമ്പായിട്ടുണ്ട്. അപ്പോൾ 2023 ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ പല വരാൻ പോകുന്ന സിനിമകൾക്കും ഒരുപാട് ഹൈപ്പുള്ള സിനിമകളാണ്. നേര് മൂവിക്ക് ഒരു സ്ലോ, ഒരു എന്താ പറയുക, ഓക്കെ, ഒരു നോർമൽ ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോല് ഇതിനു മുമ്പ് വന്ന സിനിമകളുടെ അത്രയും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വളരെ കൂൾ ആൻഡ് കാമായിട്ട് വന്നൊരു സിനിമ തിയേറ്ററുകളിൽ തരംഗമായി തന്നെ പറയാം. 2023 ബ്ലാസ്റ്റിംഗ് ഹിറ്റ്. സിനിമയുടെ ഒപ്പം തന്നെ കോൺട്രവേഴ്സീസും ഒരുപാട് ഇപ്പോഴും ചർച്ചകളിലൂടെ നേര് മുന്നോട്ട് പോകുന്നു. നേരറിയാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഗതി. അപ്പം എന്താണെങ്കിലും നേര് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യവും പിന്നെ ഒരു വേറെ ലേഡിയുടെ ഇൻ്റർവ്യൂ, അതാണ് ഈ ഒരു വീഡിയോയുടെ കോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം നേര് വേറെ ഒന്നും അല്ലടെ വിഷയം. ഒരു സിനിമയായിട്ട് നേര് മൂവിക്ക് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കുറേ അധികം കോണ്ടന്റുകൾ കണ്ടു. കുറേ പേര് എന്നോട് പറഞ്ഞു, നീ എന്തോന്നടേ ചെയ്യുന്നില്ലേ എന്നുള്ളത്. നീ വാവ്, ജസ്റ്റ് ലൈക്ക് എ വാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ കഴിഞ്ഞിട്ട് നീ വീഡിയോ റിവ്യൂ ഒക്കെ ഇട്ടേ എന്നുള്ളത് ആണ്. കാരണം നേര് മൂവി കണ്ട് ഞാൻ ഭയങ്കര വാവ് ഫീലിങ്ങിലാണ് ഇറങ്ങിയത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നേര് മൂവിയുടെ ആദ്യത്തെ കോൺട്രവേഴ്സി തുടങ്ങുന്നത് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരാൾ കോടതിയിൽ അത് അയാളുടെ സ്ക്രിപ്റ്റ് അടിച്ചു മാറ്റിയതാണെന്ന് പറഞ്ഞ് പോകുന്നതാണ്. അത് പിന്നെ സിനിമേനെ വലിയ രീതിയിലൊന്നും എഫക്റ്റ് ചെയ്തില്ല. ആ കേസ് അങ്ങനെയാണ് ആ വഴിക്ക് പോയി. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരാഴ്ച ആവുന്നതിന് മുമ്പ് തന്നെ സ്കെച്ച് ആർട്ടിസ്റ്റ് 2 ഹാൻഡ്സ് ദാറ്റ് സീ 1995 ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് മൂവിയായിട്ട് ഭയങ്കരമായ സിമിലാരിറ്റി ഉണ്ട് ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് കോൺട്രവേഴ്സീസ് തുടങ്ങുന്നത്. ഞാനപ്പോൾ തന്നെ യൂട്യൂബ് എടുക്കുന്നു. ഈ കണ്ട ആ ഒരു ചാനലിനകത്ത് ഞാൻ ഈ സിനിമ കയറി കാണുന്നു, ഈ ഇംഗ്ലീഷ് മൂവി കയറി കാണുന്നു. ഒരുപാടധികം സിമിലാരിറ്റീസ് എനിക്ക് തോന്നി. ഓക്കെ, നേര് സിനിമ കണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഈ ഒരു സിനിമ കയറി കാണാം. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും. എനിക്ക് കുറേ പോർഷൻസൊക്കെ ഒരുപോലെ, ഈവൻ ഈ സിനിമയുടെ ഒരു കംപ്ലീറ്റ് പാക്കേജ് എടുത്ത് നോക്കിയാൽ അടക്കം 1995 ഇറങ്ങിയ ഈ സിനിമയുടെ ഒരു കൈൻഡ് ഓഫ് വേറൊരു പതിപ്പായിട്ട് തന്നെ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നേര് സിനിമ ഇറക്കിയ പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. ഓക്കെ, ഈ സിനിമയുടെ കമൻറ്റ് ബോക്സിലൊക്കെ നേര് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ നേര് എന്ന് പറഞ്ഞിട്ട് ആ ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് സംഗീത ലക്ഷ്മണ, അഡ്വക്കേറ്റാണ്, അവർ ഈ സിനിമയുടെ നേര് മൂവിയുടെ കോ റൈറ്ററായ ശാന്തി മായാദേവി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ്, അഗെയിൻ രണ്ടുപേരും അഡ്വക്കേറ്റാണ്. ശാന്തി മായാദേവിക്കെതിരെ ഒരുപാട് പോസ്റ്റുകൾ ഇടാണ് ഫേസ്ബുക്കിൽ. ശാന്തി മായാദേവിക്കെതിരെ, നേരിനെതിരെ, പിന്നെ ജിത്തു ജോസഫിനെതിരെയൊക്കെ കണ്ടമാനം പോസ്റ്റുകൾ ഇടുന്നുണ്ട്. പിന്നെ മോഹൻലാലിനെതിരെ ഇടുന്നത്, പിന്നെ മോഹൻലാൽ ഫാൻസ് അവർ തമ്മിലുള്ള അത് കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സംഗതിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറയുന്നു, ആ സിനിമ ഇംഗ്ലീഷ് സിനിമ ആയിട്ട് നമ്മുടെ നേര് മൂവിക്ക് എനിക്ക് ഒരുപാട് സിമിലാരിറ്റീസ് തോന്നി സ്കെച്ച് ആർട്ടിസ്റ്റുമായിട്ട്. അത് നിങ്ങൾ കണ്ടിട്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഇവിടെ വിഷയം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേര് മൂവിയുടെ ടീം ജിത്തു ജോസഫ്, ശാന്തി മായാദേവി, ഇവർ ശരിക്കും ആ ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണോ നേര് എന്നുള്ളതല്ലേ. അപ്പോൾ ശാന്തി മായാദേവിയുടെ ഒരു റിപ്ലൈ ആയിട്ട് ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ സീൻ മാത്രം മുൻനിർത്തി കോപ്പിയടി എന്ന് പറയരുത്. വിവാദത്തിന് ശേഷമാണ് സ്കെച്ച് ആർട്ടിസ്റ്റ് 2 ഹാൻഡ്സ് ദാറ്റ് സീ എന്ന സിനിമ കാണുന്നത്. നേരിലേതുപോലെ സമാനമായ കേസുകൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആയില്ല. നേരിലേതുപോലെ സമാനമായ കേസുകൾ നിരവധി ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നേരിലെ കേസ് എന്ന് പറയുന്നത് റെയർ ഓഫ് ദ റെയറസ്റ്റ് കേസാണ്. അതിൽ നടക്കുന്ന ഇൻസിഡൻസ് ഓക്കെ, അങ്ങനത്തെ കേസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേരിൽ ആ കുട്ടിയുടെ ഒരു അവസ്ഥയും ആ കേസ് തെളിയിക്കുന്ന രീതിയും അത് കോർട്ടിൽ വരുന്നതുമൊക്കെ ദാറ്റ് ഈസ് ലൈക്ക് കുറേ 1000-10,000 കേസുകളിൽ ചിലപ്പോൾ ഒരു കേസേ അങ്ങനെ കാണും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. എന്നേക്കാൾ കൂടുതൽ കോടതി കണ്ടൊരു വ്യക്തിയായിരിക്കും ശാന്തി മായാദേവി. റെഫറൻസും കൂടുതലായിരിക്കും, ചിലപ്പോൾ അവർ കണ്ടു കാണും. അതുകൊണ്ട് തന്നെ സിനിമയ്ക്കായി ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. സിനിമയ്ക്കായി പല കോടതി വിധികളും കേസ് നിയമങ്ങളും റെഫർ ചെയ്തിരുന്നു. നേര് സിനിമയുടെ അവസാന ഭാഗമാണ് ഇപ്പോൾ എല്ലാവരും കോപ്പിയാണ് ആരോപിക്കുന്നത്. ഒറ്റ സീൻ മാത്രം മുൻനിർത്തി കോപ്പിയാണെന്ന് ആരോപിക്കുന്നത് ശരിയല്ല. ഒറ്റ സീൻ മാത്രമല്ല, ഈ സിനിമയിലെ പല സീനുകളും ആ ഇംഗ്ലീഷ് മൂവിക്കകത്ത് നമുക്ക് ഡിക്റ്റോ കോപ്പി പേസ്റ്റ് അടിച്ച മാതിരി തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ആ സീനുകളൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് സ്റ്റിൽ ദിസ് മൂവി ഈസ് ഇൻ ദ തിയേറ്റേഴ്സ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, OTT ഒക്കെ റിലീസായതിനു ശേഷം ഈ സ്കെച്ച് ആർട്ടിസ്റ്റ് സിനിമയും പിന്നെ നേരൊക്കെ കാണുന്ന വ്യക്തികൾ അവർ
നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്നാലും എനിക്ക് പേഴ്സണലി അത് ഭയങ്കര സിമിലാരിറ്റി, ഒരു സീനല്ല ഒരുപാട് സീനുകളും സിനിമയുടെ എൻറ്റയർ പ്ലോട്ടും ഒക്കെ ഭയങ്കര സിമിലാരിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ആ സിനിമ മുഴുവനായിട്ടും കണ്ട് വിമർശിക്കൂ. കോടതിയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നേര് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, കോടതിയിൽ കണ്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കും സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ജീത്തു ജോസഫും നമ്മുടെ ശാന്തി മായാദേവിയും കൂടിയുള്ള ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ അവിടെ വയ്ക്കാം. രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടയില്ലായിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നല്ലോ. ഇല്ല, ഒരിക്കലും നേര് സംഭവിക്കും. വേറെ ആരെങ്കിലും വേറെ എനിക്കിപ്പോ ഈ അഡ്വക്കേറ്റിനെ പരിചയമുള്ളത് അതാണ്. എനിക്കറിയാവുന്ന ഒരു അഡ്വക്കേറ്റിനോട് 4-5 വർഷം മുമ്പ്, അല്ല 6-7 വർഷം മുമ്പ് ഞാൻ ഈ ആശയം പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹവും ഇതുപോലെ തിരക്കുള്ള ഒരാളാണ്. അതേപോലെ നമുക്ക് എപ്പോഴെങ്കിലും ഇരിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ അന്നൊക്കെ ഒരു എഗ്രിമെന്റിന്റെ ഓരോ ആവശ്യത്തിന് പോലും അദ്ദേഹത്തിന് കിട്ടുന്നില്ല, കാരണം അദ്ദേഹം നല്ല തിരക്കാണ്. അപ്പൊ ഈയിടെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ കഥയില്ല, അത് ഞാൻ ശാന്തിയോട് പറഞ്ഞു. അതാണോ, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പൊ ഞാനിത് ആരെങ്കിലും എവിടെയെങ്കിലും ടീം പിടിച്ചേനെ, കാരണം എനിക്കതിനൊരു വക്കീൽ വേണം. അപ്പൊ നോക്കിയപ്പോ ചുളുവിന് ഒരാളെ എന്റെ. ഓക്കെ, അപ്പോൾ ജീത്തു ജോസഫിന്റെ മനസ്സിൽ കുറച്ചധികം കാലമായിട്ട് കിടക്കുന്ന ഒരു സ്റ്റോറി, അതാണ് ശാന്തി മായാദേവിനോട് കൺവേ ചെയ്തത്. എന്തായാലും ഒരു വക്കീൽ വേണം, കാരണം കോർട്ട് റൂം ഡ്രാമയാണ്. അവിടെയാണ് ഞാനൊരു കേസ് പറയുന്നത്. ലിയോ മൂവി കണ്ട സമയത്ത്, ലിയോ മൂവിയുടെ തുടക്കത്തിലല്ലേ ലോകേഷ് കനകരാജ് എഴുതിയിട്ടുണ്ട്, ദിസ് മൂവി ഈസ് ഇൻസ്പയർഡ് ഫ്രം ദാറ്റ് മൂവി. ഓക്കെ, അങ്ങനെ തന്നെ എഴുതിയിട്ടാണ് ലിയോ മൂവി തുടങ്ങുന്നത്. അപ്പോൾ ഇവർക്ക് ഇതിൽ എന്തെങ്കിലും ഒരു, കാരണം പക്ക ആ സിനിമയിലെ സീനുകൾ ഇതിനകത്തുണ്ട്, പക്ക ആ പ്ലോട്ടും ഇതിനകത്തുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ കണ്ടിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവരുടെ ഈ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് പേഴ്സണലി ഡൈജസ്റ്റ് ആയില്ല. എനിക്ക് ആ സിനിമ മറ്റേ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എടുത്ത പോലെ തന്നെ സ്കെച്ച് ആർട്ടിസ്റ്റ് നിന്ന് നേരിലേക്ക് ഒരു ഇൻസ്പിരേഷൻ്റെ ഒഴുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിലും അതൊക്കെ ഇനി അവർ തന്നെ പറയണം. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പടം ഇറങ്ങി പടം കണ്ടു, സന്തോഷമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് എടുത്തതാണെങ്കിൽ പോലും, അടിച്ചു മാറ്റലാണെങ്കിൽ പോലും വൃത്തിയായി എടുത്ത് മലയാളികൾ ഏറ്റെടുത്തില്ലേ. നമുക്ക് നമ്മളെ ലാലേട്ടനെ കാണാൻ പറ്റി, പെർഫോമൻസുകൾ കാണാൻ പറ്റി, അനശ്വരയുടെ പെർഫോമൻസുകൾ കണ്ടു, സിദ്ദിഖ് സാറിൻ്റെ പെർഫോമൻസുകൾ കണ്ടു, ആൻഡ് ഈവൻ ഇവർ എടുത്തു വെച്ചാണ് ജീത്തു ജോസഫിൻ്റെ ആ ഒരു ഫ്രെയിം ബൈ ഫ്രെയിം മാജിക് നമ്മൾ കണ്ടു. അതൊക്കെ മതി. ഓക്കെ, എന്താണെങ്കിലും പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതെന്താണ് ഇതിൻ്റെ ഒരു ഇത് എന്നുള്ളത് അറിയാൻ നമുക്ക് ഒരു ആകാംക്ഷ കാണും. ഇനി അവർ തന്നെ പറയണം, അവർ പറയാതെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് അവർ പറയേണ്ട കേസാണത്. അവർ പറയുന്നില്ല, പറയാത്തോടത്തോളം കാര്യം നമുക്ക് എന്ത് പറയാൻ പറ്റും? കൺഫ്യൂഷൻ അവിടെ വന്നോട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പേരിലേക്ക് നമുക്ക് പോവാം. സംഗീത ലക്ഷ്മണ, അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ. ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലേ, ആ ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ ആളത്ര വെടിപ്പല്ല, മോഹൻലാലിൻ്റെ സ്വഭാവം തനിക്ക് നന്നായി അറിയാം. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ജിത്തു ജോസഫിൻ്റെ വിളച്ചിൽ തൻ്റെ അടുത്ത് വേണ്ട തുറന്നടിച്ച് സംഗീത ലക്ഷ്മണ. അതാണ് വിഷയം. എന്താണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ പറയുന്നത് നമുക്ക് നോക്കാം. തുടക്കം തന്നെ ചോദിക്കട്ടെ, എന്താണ് മോഹൻലാലിനോട് ഇത്ര ദേഷ്യം? മോഹൻലാലിനോട് ദേഷ്യമൊന്നുമില്ല. അയ്യോ, അങ്ങനെ പറയില്ല. 2002 ഞാൻ 2002 പരിചയപ്പെട്ടു. ശേഷം ഒരു 2003-4 കാലത്തിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ, ഞാൻ ജീവൻ ടിവിക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, പോയിന്റ് ബ്ലാങ്ക് എന്ന് പറയും. അപ്പൊ ഞാൻ ആ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കുട്ടി നമ്മളിങ്ങനെ ഒരു ക്രോസ് എക്സാമിനേഷൻ പോലെ ഒരു രീതിയിൽ ഇങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണ്, അപ്പിയറൻസിൽ പോലും നമ്മളെ ബിഗാണോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് ആ ഫ്ലോയില് പുള്ളിയുടെ ആൻസറിൽ അതെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം മുഴുവൻ എപ്പിസോഡൊക്കെ ഷൂട്ടൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുകയാണ്. ഒരു ശാസനാത്മകമായി തന്നെ ആവശ്യപ്പെട്ടത് ആ ചോദ്യം ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ ടാക്ട്ഫുള്ളായിട്ട് എന്ന് ഞാൻ കരുതുന്ന രീതിയിൽ ചോദിച്ച് വരുത്തിയ ഒരു ക്വസ്റ്റ്യനാണത്. ദാറ്റ് വാസ് ഇൻ 2003 മറ്റോ ആണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രിയപ്പെട്ട മോഹൻലാൽ 25 വയസ്സ് എന്ന് പറയുന്ന ആ സമയത്താണ് ഇതെടുക്കുന്നത്. ദാറ്റ് വാസ് 2003 എന്ന് പറയുമ്പം ദിസ് വാസ് 20 years later അല്ലേ. ഈ 20 years laterഉം ഈ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ വിഗ് ഊരി വെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്കത് ദിസ് ഇസ് ദെയർ ചോയ്സ്. പക്ഷെ എന്നാലും ഈ കാപ്പട്യം നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ഈ 60 years old, മമ്മൂട്ടിക്ക് എത്ര 74 70? അവരായിട്ട് നമുക്ക് കാണാൻ ഇഷ്ടമുണ്ടാവില്ലേ? ഈ പുട്ടിയടിച്ച് വിഗ് വെച്ച്, അത് വിഗും കറുത്ത വിഗൊക്കെ വെച്ച്
വന്ന് എന്തൊരു കാപട്യമാണത്, സംസാരവും അപ്പിയറൻസിൽ പോലും നമ്മളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യണത്. ഓക്കെ, അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ഇതിനിടയിൽ സംസാരിച്ചതിനിടയിൽ പറഞ്ഞു ഇറ്റ്സ് ദെയർ ചോയ്സ്, അത്ര മതി, അവരുടെ ഇഷ്ടമാണ്. പിന്നെ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ എന്ന് പറഞ്ഞ വ്യക്തി ചിലപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ലാലേട്ടനെയും മമ്മൂട്ടിനെയും ഒക്കെ ഇങ്ങനെ കാണാൻ ആഗ്രഹം കാണും. ഓക്കെ, അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാലിന് വയസ്സായി, മമ്മൂട്ടിക്ക് വയസ്സായി. ഓക്കെ, ഇവരിങ്ങനെയല്ല കാണാൻ. ഇപ്പോഴത്തെ നമ്മുടെ എന്താ പറയുക, ഒരുപാട് പരിപാടികളുണ്ട്, ഹെയർ ട്രാൻസ്പ്ലാന്റ്, ബോട്ടോക്സ്, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹെൽപ്പുകളിലൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞ മേക്കപ്പും സംഗതികളിലൂടെയോ ഒക്കെ ഇവർക്ക് ഇവരുടെ അപ്പിയറൻസുകൾ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ നമുക്ക് നമ്മളുടെ കോമൺ സെൻസിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് മനസ്സിലാവും, നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നോക്കിയാൽ നമ്മുടെ അച്ഛനൊക്കെ ആ വയസ്സിൽ എന്ത് അവസ്ഥയിലാണ്, ഇവരെങ്ങനെയാണെന്നുള്ളത് അത് മലയാളികൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും വെള്ളിയും വെളിച്ചപ്പാടൊക്കെ മലയാളികൾക്കുണ്ട്. ഓക്കെ, സംഗീത ലക്ഷ്മണയ്ക്ക് ഇനിയിപ്പോൾ അവരങ്ങനെ കണ്ടാൽ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ വഴിയില്ല, അവരോട് പോയി ചോദിച്ചു നോക്കാൻ കാണാൻ പറ്റും. ഇപ്പോൾ ലാലേട്ടനോട് വിൽക്കാണോ എന്ന് ചോദിച്ച പോലെ പോയി ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക നോർമലായിട്ട് അവരെങ്ങനെയാണോ അങ്ങനെ അവർ കാണിക്കും. പിന്നെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. മോഹൻലാലും മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിൽ നിന്ന് വേറെ സെറ്റിലേക്കും ഒരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനൊപ്പം അടുത്ത സിനിമയ്ക്കുള്ള ക്യാരക്ടറായി മാറാനുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അവർ. ഓക്കെ, അതിപ്പോൾ ഈ രജനീകാന്തിനെ പോലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ രജനീകാന്ത് സാറൊക്കെ ഒരു സിനിമ അഭിനയിച്ച് അടുത്ത സിനിമയ്ക്ക് ഒരു ഗ്യാപ്പൊക്കെ ഇടും, പക്ഷെ ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ അവരായിട്ട് തന്നെ അവർക്ക് ഇരിക്കാനുള്ള ഒരുപാട് സമയം കിട്ടും. പക്ഷെ മോഹൻലാലും മമ്മൂട്ടിക്ക് ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ അവർ ആ ഒരു ക്യാരക്ടർ പിടിച്ച് അടുത്ത ക്യാരക്ടർ പിടിക്കുമ്പോൾ അതിൻ്റെ മേക്ക് ഓവറും ലുക്കും കാര്യങ്ങളുമായിട്ട് അവർ ഈ പറഞ്ഞ മാതിരി വിഗ് വയ്ക്കുന്നുണ്ടാവാം, മേക്കപ്പ് ഇടുന്നുണ്ടാവാം, വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ടാവാം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. അല്ലാതെ മലയാളികളെ ചതിക്കാനും പറ്റിക്കാനും എന്തോ നടയത്. മലയാളികൾ ചതിക്കപ്പെടുന്നു പറ്റിക്കപ്പെടുന്നു എപ്പോഴാണ്? ഈ സിനിമാ നടന്മാരെ കേസ് എടുത്ത് നോക്കി, അവർ നല്ല സിനിമകൾ തരുന്നില്ല. അവർ നമുക്ക് നല്ല സിനിമകൾ തരാതെ തിയേറ്ററിൽ നിന്ന് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പറയും എവിടെയോ അവർ ചതിച്ചെടുക്കും, നമ്മൾ പൊട്ട സിനിമ തന്നെ. അതാണ്. അല്ലാതെ അവരെ അപ്പിയറൻസിന് ഇനി എന്താ നമുക്ക് നമ്മളൊക്കെ ആക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഓക്കെ, മോഹൻലാൽ ഈസ് അറ്റ് ദിസ് ഏജ്, മമ്മൂട്ടി ഈസ് അറ്റ് ദിസ് ഏജ്. സിമ്പിളാണ് കാര്യങ്ങൾ. അല്ലാതെ നിങ്ങൾ ഈ വന്ന് ഓക്കെ, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ ചോയ്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ്, എനിക്ക് എൻ്റെ ചോയ്സ് മാറ്റേഴ്സ്. ഞാൻ നേരിനെ പറ്റിയിട്ട് കൊണ്ടുവരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് മോഹൻലാലിൻ്റെ ഭയങ്കരമായ എന്തോ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ലോഞ്ച് ചെയ്യുന്നത്. അത് മരിക്കാൻ കിടക്കുന്നതെന്നാണ് ഞാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. മലയാള സിനിമയിൽ ICUവിൽ കിടക്കുന്ന മോഹൻലാലിനെ പുനർജീവിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ജിത്തു ജോസഫും പിന്നെ ഹൈക്കോടതിയിലെ ഒരു പ്രഗത്ഭ അഭിഭാഷകയുടെ അസിസ്റ്റൻസോടുകൂടി അല്ലെങ്കിൽ നാവിഗേഷനോടുകൂടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ പറയുന്ന ആളുടെ നാവിഗേഷനോടുകൂടി ദൃശ്യം 2 എന്തായിരുന്നു എന്നുള്ളത് ഞാൻ കണ്ടതാണ്. ഈ പറയുന്ന ശാന്തി മായാദേവി എന്ന് പറയുന്ന കുട്ടീനെ എനിക്ക് എങ്ങനെ അറിയാമെന്ന് നിങ്ങളിത് ഒരു വരി നിങ്ങൾ കട്ട് ചെയ്യരുത് എങ്കിൽ മാത്രം ഞാൻ പറയാം. ഓക്കെ, കട്ട് ചെയ്യാതെ 34 പറയുന്നതൊക്കെ ഇനി ഞാൻ വെക്കാം. 34 ബേസിക്കലി പ്രശ്നം 34 നേരും ഇഷ്ടമായിട്ടില്ല, ദൃശ്യവും ഇഷ്ടമായിട്ടില്ല. ഇങ്ങനത്തെ ഒരു സാധനം ഇൻവെസ്റ്റിഗേഷൻ, കോർട്ട് റൂം ഡ്രാമ അങ്ങനത്തെ സാധനങ്ങളൊന്നും 34 ഇഷ്ടാവുന്നില്ല. കാരണം ഷീസ് ആൻ അഡ്വക്കേറ്റ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇൻ ഡെപ്ത് ചിന്തിച്ച് കാണും, റിയാലിറ്റിയിൽ ഇത് നടക്കുമെന്ന് ചിന്തിച്ച് കാണും, റിയാലിറ്റിയും ആ ഒരു സിനിമ റീലും കൂടി മുട്ടിച്ച് നോക്കി കാണും, അങ്ങനെയൊക്കെ ചെയ്ത് കാണും ചിലപ്പോൾ. ഓക്കെ, കാരണം അവർ പ്രൊഫഷൻ അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ അവരത് ചിന്തിച്ച് കാണും. പിന്നെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഇതിൻ്റെയൊക്കെ ബാക്ക് ബോണായിട്ട് നേരിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ ആകുന്നു. ബാക്കി ജിത്തു ജോസഫ് സിനിമകളിൽ അവർ അഭിനയിക്കുന്നു. ഇതൊക്കെ കാണുന്ന വഴിക്ക് അവർക്ക് ചിലപ്പോൾ തോന്നിക്കാണും, ഇവളുടെ പ്രൊഫഷൻ യൂസ് ചെയ്യുന്നുണ്ടോ അതിനകത്ത്, പ്രൊഫഷൻ ആസ് എൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഇവളെന്തിനാ സിനിമയിൽ അഭിനയിക്കുന്നത്? ആ ചിന്താഗതിയും വരാമല്ലോ. കാരണം സംസാരത്തിന് എനിക്ക് തോന്നി. എന്താണെങ്കിലും കട്ട് ചെയ്യാതെ ഇവരെന്താ പറയണേ നോക്കട്ടെ. ജിത്തു ജോസഫിനോടും ശാന്തി മായാദേവിയോടും എനിക്ക് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവർ രണ്ടുപേരും ഇപ്പം എനിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് വക്കീൽ നോട്ടീസ് പുറപ്പെട്ടിട്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പുറപ്പെട്ടോന്ന് എനിക്കറിയില്ല, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എന്തായാലും നിങ്ങൾക്കും പ്രേക്ഷകർക്കും ഈ എന്നെ ചീത്ത വിളിക്കുന്ന ഫാൻസുകളിനോടും ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. 2002
മോഹൻലാൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ളൊരു മ്യൂച്വൽ ഫ്രണ്ട് വഴി എന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണ്. ആ കോൺടാക്റ്റ് കഴിഞ്ഞിട്ട് ആസ് എ പേഴ്സൺ സംഗീത ലക്ഷ്മണി മോഹൻലാലും തമ്മിൽ ആ ഇൻട്രൊഡക്ഷൻ എങ്ങനെ പോയി എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. അദ്ദേഹത്തിൻ്റെ മോഹൻലാലിൻ്റെ അമ്മയുടെ ബ്രദർ, സ്വന്തം അമ്മയുടെ സ്വന്തം ബ്രദർ, അമ്മാവൻ, മോഹൻലാലിൻ്റെ അമ്മാവനെ അദ്ദേഹം എൻ്റെ ഓഫീസിലെ എൻ്റെ ഒരു ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ടും അമ്മാവനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ഞാനെന്ന് പറയുന്ന അഡ്വക്കേറ്റിൽ എന്തെങ്കിലും മെറിറ്റ് ഉണ്ടായിട്ടായിരിക്കണമല്ലോ. 2002 മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ അമ്മാവന്, ഹി ഡിഡ് നോട്ട് സെൻഡ് വൺ ഓഫ് ഹിസ് അക്വൈൻറ്റൻസസ്, ഹി ഡിഡ് നോട്ട് സെൻഡ് എനി ഓഫ് ഹിസ് ഫ്രണ്ട്സ്, ഹി സെൻഡ് ഹിസ് ഓൺ അങ്കിൾ. ഞാനന്ന് 2002 ഞാനെന്ന് പറയുന്ന സംഗീത ലക്ഷ്മൺ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് എന്ന നിലയ്ക്കൊരു അഡ്രസ്സ് ഉള്ളത് കൊണ്ടും അതിൽ എനിക്ക് മെറിറ്റ് ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് തോന്നിയതും കൊണ്ടാവണമല്ലോ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ ഈ 2002 ജിത്തു ജോസഫും ശാന്തി മായാദേവി എവിടെയായിരുന്നു? ഡിഡ് യു ഈവൻ നോ ദാറ്റ് ദേ എക്സിസ്റ്റഡ്? മോഹൻലാലിന് ജിത്തു ജോസഫിനെ അറിയില്ല, അന്ന് ശാന്തി മായാദേവിനെ അറിയില്ല. മോഹൻലാലിന് അറിയണത് എന്നെയായിരുന്നു. സോ ഗോസ് ബാക്ക്. ഇവർ ഇന്നലെ പൊട്ടിമുളച്ച സാധനങ്ങൾ രണ്ടെണ്ണം. അല്ല, എന്താ ഇപ്പോൾ മുപ്പത്തിയാർ പറയാൻ ഉദ്ദേശിച്ചേ? കുറച്ച് കാലം മുമ്പ് മോഹൻലാലിനെ എന്നെ അറിയുള്ളൂ, ഇവർ രണ്ടുപേരെയും അറിയില്ല. അതും ഇതും തമ്മിൽ എന്താ അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് എനിക്കതിൽ മനസ്സിലാവുന്നില്ല. ഒരു കേസിൻ്റെ കാര്യത്തിന് മോഹൻലാൽ അമ്മാവനെ പറഞ്ഞയച്ചു എന്ന് പറയുന്നുണ്ട്. അത് കുറേ കാലങ്ങൾക്ക് മുമ്പ്. അത് കേസ്, ഇത് സിനിമേൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആ കുട്ടീനെ വിളിച്ചു, ശാന്തി മായാദേവിനെ വിളിച്ചു. ജിത്തു ജോസഫും അവരെ വെച്ച് കഥ എഴുതിച്ചു. അതിൽ ഈ പറഞ്ഞ ഇവരുടെ കയ്യിൽ കേസ് ഏൽപ്പിച്ചതും ആ നേര് സിനിമയോ അല്ലാന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ശാന്തി മായാദേവിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജിത്തു ജോസഫോ ഒക്കെ ഇവരെങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. പണ്ട് ഇവരെ കേസ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇവരെ മെറിറ്റ് കണ്ട് ഇവർ അടിപൊളി വക്കീലാന്ന് വിചാരിച്ച് ഇവരുടെ അടുത്ത് വിട്ടതായിരിക്കാം. അതിന് ലാലേട്ടൻ തന്നെ വിട്ടതാണോ അമ്മാവനായിട്ട് കയറി ചെന്നാണോ നമുക്കറിയാൻ പാടില്ല. 34 പറയുന്നത് നമുക്കറിയും. ഇതിനിപ്പോൾ ശാന്തി മായാദേവിയും ജിത്തു ജോസഫും നേരും ദൃശ്യമൊക്കെ എന്ത് ചെയ്തു എന്നാണ് എനിക്കറിയാത്തത്. ലാലേട്ടൻ എന്ത് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് അവരുടെ അടുത്ത് പോയി, ഇന്ന് ഇവരെ വെച്ച് സിനിമ ചെയ്തു. അന്ന് അവരുടെ അടുത്ത് പോയതുകൊണ്ട് ഇന്ന് ഇവരെ വെച്ച് സിനിമ ചെയ്യിക്കണമെന്ന് അതാണോ ഇവർ പറഞ്ഞു വരണേ? അതാണോ ഇവർ പറയാൻ നിൽക്കുന്നത്? എനിക്കിതൊക്കെ കേട്ടപ്പോൾ അതാ തോന്നിയത്. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയ്ക്ക് അവരെ വെച്ച് ഈ നേരിൻ്റെയോ ദൃശ്യത്തിൻ്റെയോ ഒന്നും ഒരു ബാക്ക് സ്റ്റോറിയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതൊന്നും ജിത്തു ജോസഫ് അല്ലെങ്കിൽ മോഹൻലാൽ ഇതൊന്നും ഡിസ്കസ് ചെയ്തില്ല. അതാണോ നിങ്ങളെ പ്രശ്നം? എന്തോന്നറിയത്, ഇത് ഒരു തരത്തിലും കണക്ട് ചെയ്യാത്ത രണ്ട് കാര്യമാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കണേ. ബാക്കിയും കൂടി കേൾക്കാം. ഇപ്പം അവരെനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയല്ലേ. ശാന്തി മായാദേവിയെ ഞാൻ ഡിഫെയിം ചെയ്തു, അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ? അപ്പൊ ഞാൻ ശാന്തി മായാദേവിനെ ഡിഫെയിം ചെയ്യാനിരിക്കുമ്പം അതിന് നടപടി എടുക്കാനിരിക്കുന്നതാണോ ബാർ കൗൺസിൽ? ബാർ കൗൺസിലിൻ്റെ റോൾ എന്താണ്? ബാർ കൗൺസിലിൻ്റെ റോൾ എന്താണ്? അതൊന്ന് മനസ്സിലാക്കൂ. ഫേസ്ബുക്കിൽ കിടന്നിട്ട് പെണ്ണുങ്ങളെ പറ്റി അഭിപ്രായം പറയുന്നതിന് തീരുമാനം എടുക്കാൻ നടക്കുകയാണോ അവർ? നാണമില്ലേ ബാർ കൗൺസിലിൽ നിന്ന് സ്വയം വിളിക്കാൻ? നിയമവിരുദ്ധമായിട്ടുള്ള അഭിഭാഷക സമൂഹത്തിന് അവഹേളനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും ജീവിതശൈലിയും ഇടപാടുകളും മാനിഫെസ്റ്റേഷൻസുമാണ് ആ സ്ത്രീ നടത്തുന്നത്. അല്ല സംഗീത ലക്ഷ്മണ, ഇത് സംഗീത ലക്ഷ്മണ തന്നെ പറഞ്ഞിരുന്നു, ശാന്തിക്കെതിരെ ഒരു ദേഷ്യവുമില്ല. ദേഷ്യമുണ്ടാവുമെന്ന് ഞാൻ ചോദിക്കുന്നത് അവർ കാണിക്കുന്ന തെറ്റാണെങ്കിൽ അവർ മാത്രമല്ലല്ലോ സിനിമയിൽ അഭിനയിക്കുന്ന അഭിഭാഷക. നോക്കണം, അവർ അഭിനയിക്കുന്ന വേറെ ഏത് അഭിഭാഷകയാണ് ഇതേപോലെ സിനിമയുടെ പ്രൊമോഷൻ പോയിരിക്കുന്നത്? ഞാനൊന്ന് നിങ്ങൾ കട്ട് ചെയ്യാതെ എഡിറ്റ് ചെയ്യാതെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്ത് കണ്ടിട്ടാണ് ആ പെണ്ണിൻ്റെ അടുത്ത് എനിക്ക് അസൂയ തോന്നേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, 2002 മോഹൻലാൽ ഡിഡ് നോട്ട് നോ ദറ്റ് ജിത്തു ജോസഫ് എക്സിസ്റ്റഡ്. മോഹൻലാൽ ഡിഡ് നോട്ട് നോ ദറ്റ് ശാന്തി മായാദേവി എക്സിസ്റ്റഡ്. ഞാൻ ഇവളുടെ എന്ത് കണ്ടിട്ടാണ് അസൂയ തോന്നേണ്ടത്? എങ്ങനെ വേണമെങ്കിലും അഴിഞ്ഞാടി നടന്നോ, അല്ലെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ, എന്ത് ഷൂട്ടിങ്ങോ പാഷനോ എന്ത് കുന്നതിന് വേണമെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാ അനുഗ്രഹാശിസുകളും തരാന്ന് തിരിച്ചു വരുമ്പം പൈസയും ഭാര്യനെയും കൂടെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു ഭർത്താവില്ലാത്തതോ? അതാണോ? അത് കണ്ടിട്ടാണോ ഞാൻ അസൂയപ്പെടുന്നത്? തൊലിയെളുപ്പ് കണ്ടിട്ടോ? യു കം ടു ദ ഹൈക്കോർട്ട് ആൻഡ് സീ. നിങ്ങളുടെ ഭാര്യ അടക്കം എത്ര സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളുണ്ട് അവിടെ.
2002 കഥ മെയിനാണ്. അതുമൊക്കെ അടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ട്. തൊലി വെളുപ്പ്, ഭർത്താവ്, സുന്ദരികളായിട്ടുള്ള വക്കീലന്മാർ. അല്ല, ഈ സ്ത്രീകളെ കൂട്ടത്തിൽ സുന്ദരി അല്ലാത്തത് അങ്ങനെയൊക്കെയാണോ സംഗീത ലക്ഷ്മണൻ സ്ത്രീകളെ കാണുന്നത്? വല്ലാത്തൊരു അഡ്വക്കേറ്റ് ആയിപ്പോയത്. എന്നിട്ട് ബാർ കൗൺസിൽ 2 സ്ത്രീകൾ ഫേസ്ബുക്ക് കടന്ന് അടിക്കുന്നത്. നിങ്ങൾക്ക് 2 സ്ത്രീകൾ എന്ന് പറഞ്ഞടിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബാർ കൗൺസിലിനെ ചോദ്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കയറിയിട്ടാണോ ശാന്തി മായാദേവിനെ ഹിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ അവരൊരു അഡ്വക്കേറ്റ്, ബൈ പ്രൊഫഷൻ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ശാന്തി മായാദേവി എന്ന് പറഞ്ഞ ലേഡി, അങ്ങനെയാണല്ലോ നിങ്ങൾ അഡ്വക്കേറ്റ്. ആ പ്രൊഫഷനിൽ ഇരുന്നു കൊണ്ട് സിനിമയുടെ പ്രൊമോഷൻ പോകുന്നു, ആ പ്രൊഫഷൻ മിസ്യൂസ് ചെയ്യുന്നു. നിങ്ങൾ അതാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള നിങ്ങൾ വേറൊരു അഡ്വക്കേറ്റിനെ അവർ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മുൻനിർത്തി അവരെ ഡീഫെയിം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ ബാർ കൗൺസിൽ അല്ലാതെ മറ്റേ പുഷ്പ ബാറോ മഹേന്ദ്രവതി ബാറോ സൂര്യ ബാറോ ഒന്ന് ഇടപെടൂ? ചേട്ടാ, ഇതിപ്പോൾ എന്താ ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കയ്യിൽ വെപ്പൺസ് ഇരിപ്പുണ്ട്. 100%. ഇല്ലെങ്കിൽ ഈ ആപോപ്പ ജീത്തു ജോസഫിൻ്റെ അടുത്തൊക്കെ ഞാൻ കളിക്കുമോ? ഇവനൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ എൻ്റെ അടുത്ത് മത്സരിക്കാൻ നടക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് പേടിപ്പിക്കുന്നത് എന്നെ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എനിവൺ ടു ഇൻറ്റിമിഡേറ്റ് മീ. ദാറ്റ് ഇസ് ഇൻ മൈ DNA. പേടിപ്പിക്കാൻ പറ്റില്ല. പേടിപ്പിച്ചൊരു കാര്യം നേടാനും പറ്റില്ല. സ്നേഹിച്ചാൽ ഞാൻ മയങ്ങിപ്പോവും. ഓക്കെ, ഗുഡ് തിങ്. പേടിപ്പിക്കാൻ പറ്റില്ല. ആക്ച്വലി ഉപ്പ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞിട്ട് ജീത്തു ജോസഫ് എങ്ങാനും എവിടെയെങ്കിലും ഈ പറഞ്ഞ ലേഡിയെ മെൻഷൻ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇവരെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇവരെ അങ്ങോട്ട് തകർത്ത് കളയാന്നൊക്കെ വിചാരിച്ചോ? ഇല്ല. സിനിമ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്കാണ് പ്രശ്നം. ശാന്തി മായാദേവിയോട് നിങ്ങൾക്കാണ് പ്രശ്നം. ഉപ്പ എന്ന് നിങ്ങൾ തന്നെ പറയുന്ന ജിത്തു ജോസഫിന് നിങ്ങളോട് പ്രശ്നമില്ലെങ്കിലും നിങ്ങൾക്ക് അയാളോടാണ് പ്രശ്നം. എന്തുകൊണ്ട്? ബട്ട് വൈ? നിങ്ങളാണ് ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ടത്. അല്ലാതെ എന്നെ തകർക്കാനാവില്ല, എന്നെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ പറ്റില്ല, മൈ DNA എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കയറിയിട്ടാണ് അങ്ങോട്ട് മറ്റേ ബൈറ്റ് എറിഞ്ഞു കൊടുക്കുന്നത്. എന്നാ കൊത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അവരതിൽ കൊത്തുന്നു പോലുമില്ല. അവർ ഇഗ്നോർ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുക. എന്താ ഇവരൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അറ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ഡിഫറെൻറ്റ് ഗെയിം. എന്താണെങ്കിലും കോമഡിയാണ്. ഇങ്ങനെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ കണ്ടന്റ് കിട്ടി ജീവിച്ചു പോകണം. ഇനിയിപ്പോൾ എന്നാണോ ഇന്നെ പിടിച്ച് പറയാൻ പറ്റില്ല. അടുത്ത ഇൻ്റെ തലയ്ക്കാവും ഐ ഹാവ് വെരി വെപ്പൺസ് ടു വാട്സ് ഹിം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അഡ്വക്കേറ്റ് ആണല്ലോ ഇവിടെ. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കേസൊക്കെ ആയിട്ടാവും വരാൻ പോകുന്നത്. എന്താണെങ്കിലും എനിക്ക് പറയാനുള്ള അഭിപ്രായം പറഞ്ഞു. ഇതൊക്കെ ചുമ്മാ ഷോ ആണ്, വേറൊന്നുമല്ല.